ഹായ്, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ തൊടിയൂരാണ് കേട്ടോ, ചക്കവള്ളി തൊടിയൂർ. അന്ന് ആ ഭാഗത്താണ് ഫിഷിങ്. അപ്പോൾ അവിടെ പോയി 3 പുല്ലനെ കിട്ടിയുള്ളൂ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോവുക കേട്ടോ. വീഡിയോ ഒക്കെ കണ്ടിട്ടോ. ഓക്കെ, ഇതാ പറഞ്ഞ നമ്മുടെ ക്യാമറമാൻ അവിടെ നിൽക്കുന്നത്. എങ്ങനെ അടിയുണ്ടെന്ന് അറിയാൻ മീനെ കഴിക്കുന്നത്. ജസ്റ്റ് മിസ്. കാണാമോ? അതാ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. തൊലിപ്പുറത്തൂടെ ഇറങ്ങി. വെള്ളത്തിൽ ഒത്തിരി ആമ്പൽ കിടക്കുന്നുണ്ടോ ഞങ്ങളുടെ ആശാനൊരാഗ്രഹം. ആശാൻ എന്തായാലും ചാടി അങ്ങ് ഇറങ്ങി. പിന്നെ ഉള്ള മീൻ പിടുത്തമെന്നും പറഞ്ഞു. ഇതൊക്കെ വീട്ടിൽ കൊണ്ട് വളർത്താനാണെന്ന് പോലും ഞാൻ ചോദിച്ചപ്പം. ആഴമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇറക്കാൻ നിന്നേ കേട്ടോ. നമ്മളെ സ്ഥിരം പോകുന്ന ഭാഗം വേണ്ട നമുക്കറിയാം. ആ പൂ എൻ്റെ കൈ പിച്ചി ഇട്ട് പറയാം, ചുമ്മാ ഇരിക്കുമല്ലേ, എന്തായാലും അത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ. അങ്ങനെ ഞാൻ പിന്നെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന കേട്ടോ. അടുത്ത സ്പോട്ടിലോട്ട് പോകാം. നോർമൽ ഡാർട്ടില്ല, ഞാൻ ആ 3 തൂളിയെ ഞാൻ അടിച്ചെടുക്കുന്നത് കേട്ടോ. അല്ലാതെ ഡീപ്പ് ഡാർട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി തൂളിയൊക്കെ നല്ല സൈസുള്ള വെള്ളത്തിന് അടിയിലോട്ടൊക്കെ കൊണ്ടായിരുന്നു. പക്ഷേ ഇത് ഒന്നും കൊള്ളത്തില്ല. അതുകൊണ്ട് നോർമൽ ഡാർട്ടിലൊക്കെ നമ്മൾ അടിച്ചെടുക്കുന്നത്. അത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരേ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് മീനൊന്നും അങ്ങനെ കിട്ടത്തില്ല. പിന്നെ ഇതൊക്കെ മാറണമെങ്കിൽ ഞാനാ പറഞ്ഞ ജോലിയുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനമാവണം. എന്നെങ്കിൽ ടെൻഷനൊക്കെ ഒന്ന് മാറത്തുള്ളൂ, ഒന്ന് ഹാപ്പി ആകത്തുള്ളൂ. എന്നെങ്കിലേ കറക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അതിന് കിട്ടിയിരിക്കുന്ന ചെറിയൊരു തൂളിയാണ്. നമ്മൾ വാഹയൊന്നും കിട്ടത്തില്ല കേട്ടോ. വാഹയൊന്നും ഇല്ല അവിടെ. എല്ലാം കുഞ്ഞു കുഞ്ഞു വാകളാണ്. 200 ഗ്രാം പോലും ഇല്ലാത്ത വാകളാണ് കിടക്കുന്നത്. പിന്നെ അതിനെയൊക്കെ അടിച്ച് കഴിഞ്ഞാൽ മെനക്കേടാ. അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചാൽ പിന്നെ പോയപ്പം വെറുതെ പോയല്ലേ, ഒന്നും കിട്ടിയില്ലല്ലോ, തിരിച്ച് പോയിരുന്നേ. അങ്ങനെ വെച്ച് ഇതിനെയൊക്കെ കണ്ടപ്പോൾ ഒന്ന് അടിച്ചെടുക്കാമെന്ന് വെച്ചുകൊണ്ട് പിന്നെ അങ്ങ് ഇറങ്ങിയതാണ്. മെനക്കെട്ടല്ലേ. ഒരുപാട് കിലോമീറ്റർ താണ്ടി നമ്മൾ ഇവിടെ ചെന്ന് മീനെ പിടിക്കാൻ പോകുന്നത്. ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മളത്രയും സമയവും നഷ്ടമാവും. അന്നത്തെ ആ മെനക്കേടാവും. അതുകൊണ്ട് പിന്നെ അങ്ങ് നിന്നതാണ്. നല്ല വെയിലാണ്. വെള്ളം കുടിക്കാൻ 2 പേരും നല്ല ഊപ്പാട് വന്നിരിക്കുക വെള്ളത്തിന് വേണ്ടി. ആശാൻ പറഞ്ഞുകൊണ്ടാകുമ്പോൾ വെള്ളം കുടിക്കാൻ പോകണമെങ്കിൽ ഇപ്പോൾ ഒത്തിരി പോകണം. ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെയും കൂടെ നോക്കിയിട്ട് പോകാമെന്ന് വെച്ചുകൊണ്ട് ഇന്ന് അങ്ങനെ കറങ്ങി ഞങ്ങൾ കാര്യം പറഞ്ഞ് അങ്ങോട്ട് നടന്നു പോയപ്പോഴാണ് ഈ ഒരു പുല്ലനെ കണ്ടത്. അങ്ങനെ അതിനെ അടിച്ചെടുത്തത്. അത് ആ ചപ്പേൻ്റെ ഇടയിൽ കയറി. എന്തായാലും അതിനെ കിട്ടി. നമ്മൾ അടിച്ച് ഇറക്കി കയറ്റി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം കുടിക്കാനൊക്കെ പോകുന്നത്. അങ്ങനെ ഭയങ്കര കഷ്ടമായിരുന്നു. നല്ല വെയിലും ഉണ്ടായിരുന്നു. കൂടെ വന്ന ആളും തളർന്ന് ഊപ്പാട് വന്നു. നമ്മളൊക്കെ എത്ര വെയിൽ കൊണ്ടിരുന്നാലും ശരി തന്നെ, ഈ മീൻ പിടുത്തം എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു ഹരമോ, നല്ല രസമോ. ഇതൊക്കെ കുറിച്ച് അറിയാവുന്നവർക്ക് ഇതിനെപ്പറ്റി എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭ്രാന്തല്ലേ നമുക്ക്. ഈ ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭ്രാന്താണ്. പോയി കഴിഞ്ഞാൽ നമ്മൾ വെറും കൈയോട് വരത്തില്ല. ഒന്നെങ്കിൽ ഒന്ന് എങ്ങനെയെങ്കിലും നമ്മൾ വീട്ടിൽ കൊണ്ടുപോകും. ഇതിനൊക്കെ അങ്ങോട്ട് വറുത്ത് കഴിഞ്ഞാൽ എന്താ രസമെന്നറിയാമോ. പിന്നെ ഈ തൂളി എന്ന് പറയുന്ന സാധനത്തിൽ ഇച്ചിരി മുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ മിക്കുള്ള അവിടെ ആരും അങ്ങനെ പിടിക്കാൻ നിൽക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പോൾ വെള്ളത്തിന് ഇച്ചിരി തെളിവുണ്ടായതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പുറത്ത് ഇത് 2ആയിട്ടാണ് തിരിയുന്നത്. ആ പുറകെ നിൽക്കുന്ന ഭാഗം നമ്മുടെ റോഡാണ്. അതുകൊണ്ട് വണ്ടി പോകുന്നുണ്ടോ. നമ്മളൊന്ന് പിടിച്ച മീനെയൊക്കെ ഒന്ന് കാണാം. 3 ഐറ്റത്തെ നമ്മൾ കിട്ടിയത്. ഈ 3 മീനെയും നമ്മുടെ ആശാന് കൊടുത്തങ്ങ് വിട്ടു കേട്ടോ. കൊണ്ടുപോട്ടെന്ന് പറഞ്ഞു. അയാൾ കൊണ്ടുപോയി വറുത്ത് കഴിക്കട്ടെ. ഇതിനെ ഒത്തിരി നേരം വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ സ്മെല്ലടിക്കും. അതുകൊണ്ട് നാം കൊണ്ടുപോകാം കേട്ടോ. ഒന്ന് കഴുകി വൃത്തിയൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ കാണാം.